ഇന്ത്യയിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്നതിന് ഡയറക്റ്റ് എവിഡൻസ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. അത് ഇന്ത്യ ഓൾമോസ്റ്റ് പബ്ലിക് ആക്കുകയും ചെയ്തതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തരത്തിൽ വാർത്തകൾ വരുന്നു. ഈ ഘട്ടത്തിൽ പെട്ടെന്ന് IMF പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് പാകിസ്ഥാന് നൽകാൻ തീരുമാനിക്കുകയാണ്. ഇന്ത്യ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ശക്തമായി തന്നെ എതിർത്തു. പക്ഷേ ഞങ്ങളിത് നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞുപോയി. ഇനി അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ പൈസയൊന്നും കൊടുക്കാതെ നിർത്തിവെച്ചതാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ഒന്ന് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ആ രാജ്യത്തുണ്ടാവും. പാകിസ്ഥാന് ഫണ്ട് ഇല്ലാതെ വന്നാൽ തീവ്രവാദികൾ ആ രാജ്യത്ത് പിടിമുറുക്കും. അപ്പം അതുകൊണ്ട് പൈസ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് IMF ഫണ്ട് അനുവദിക്കുകയാണ് പാകിസ്ഥാന്. ഒന്നും രണ്ടും രൂപയൊന്നും അല്ല, ബില്യൺ കണക്കിന് US ഡോളറാണ് അനുവദിച്ചത്. ഈ IMF എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ്. ഏത് രാജ്യങ്ങൾക്കാണ് IMFൽ കൂടുതൽ സ്വാധീനമുള്ളത് എന്ന് നോക്കിയാൽ ഒന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അവരുടെ ഒരു വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് 16.5% IMFൽ. അപ്പോൾ ഏറ്റവും വലിയ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ്. ചൈന രണ്ടാമതുണ്ട്, ഏകദേശം 6.1%. ചൈനയ്ക്കും ജപ്പാനും അവിടെ വോട്ടിംഗ് ഷെയർ ഉള്ളത്. ജർമ്മനിക്ക് 5.3%, ഫ്രാൻസിന് 4%, UK 4% ഉണ്ട്. ഇറ്റലിക്ക് 3%, റഷ്യക്ക് 2.6%, ഇന്ത്യക്ക് 2.7% ഉണ്ട്. ആദ്യ 10 ഏറ്റവും അധികം വോട്ടിംഗ് ഷെയർ ഉള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ ഉണ്ട്. ഇന്ത്യ 8ാം സ്ഥാനത്താണ് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഷെയർ ഉള്ള രാജ്യങ്ങൾ എടുത്താൽ US, ചൈന, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, UK, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ്. ഈ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് IMFൽ നിന്ന് പാകിസ്ഥാന് ഫണ്ട് അനുവദിച്ചത്. നമുക്ക് ഇതിനകത്ത് ചൈനയുടെ കാര്യം ഞാൻ മാറ്റി വയ്ക്കുന്നു. കാരണം ചൈന പാകിസ്ഥാന്റെ സുഹൃത്ത് രാജ്യമാണ്. ഇപ്പൊ ഇന്ത്യയുടെ ശത്രുവാണെങ്കിലും ചൈന പാകിസ്ഥാന്റെ സുഹൃത്ത് രാജ്യമാണ്. അതുകൊണ്ട് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ ഞാൻ ഇവിടെ ഒരു സീരിയസ് കാര്യമായിട്ട് കാണുന്നില്ല. 6.1% വോട്ടിംഗ് ഷെയർ അല്ലേ അവർക്കുള്ളൂ. അത് മാറ്റി വെച്ചാലും ബാക്കിയുണ്ടല്ലോ. മെജോറിറ്റി ഷെയറുമുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും പിന്നെ അമേരിക്കയ്ക്കുമാണ്. അപ്പൊ ഈ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ IMFൽ നിന്ന് ഒരിക്കലും പാകിസ്ഥാന് ഫണ്ട് കിട്ടില്ല. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ അമേരിക്കയിലോ യൂറോപ്പിലോ ആണ് ആക്രമണം നടത്തിയത് എന്ന് വിചാരിക്കാം. ആ സമയത്ത് IMFൽ നിന്ന് പാകിസ്ഥാന് ഇങ്ങനെ ഫണ്ട് അവരനുവദിക്കുമോ? അന്ന് ഇതേ കാരണങ്ങൾ പറയുമോ? പണ്ട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു പോയി, മുന്നേ തീരുമാനിച്ചതാണ്, ഇപ്പൊ തീരുമാനിച്ചതല്ല, കൊടുക്കാതെ വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ അവിടെ തീവ്രവാദികൾ കയറി അധികാരം പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ അമേരിക്കയോ പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമിച്ചാലും ആ ഒരു നിലപാടായിരിക്കുമോ ഈ രാജ്യങ്ങൾ സ്വീകരിക്കുക? ഒരിക്കലുമല്ല. ഈ കാര്യം എല്ലാവർക്കും അറിയാം. കാരണം സ്വന്തം കാര്യം വരുമ്പോൾ സായിപ്പിന്റെ നിലപാട് വേറെയാണ്. അതാണ് നേരത്തെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ വിഷയമാണ്. പഹൽഗാം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലം. മരണപ്പെട്ടത് ഇന്ത്യക്കാരായിട്ടുള്ള പുരുഷന്മാര്. അത് പാകിസ്ഥാൻ തീവ്രവാദികൾക്കൊന്നുമെങ്കിൽ അതിന് ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ആ സമയത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും മനോഭാവം. അപ്പൊ അതുകൊണ്ട് അവരെ പാകിസ്ഥാന് ഫണ്ട് കൊടുക്കും. കാരണം പാകിസ്ഥാനെ കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വരുമ്പോൾ, ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അത് യൂറോപ്പിന്റെ പ്രശ്നമല്ല, അത് അമേരിക്കയുടെ പ്രശ്നമല്ല. എന്നാൽ യൂറോപ്പിൽ അവരായി ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നത്തിന് നമ്മൾ എല്ലാവരും സഫർ ചെയ്യണം. യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാക്കിയത് നമ്മൾ ആരെങ്കിലും ആണോ? യുക്രൈൻ എന്തിനാണ് നാറ്റോയിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചത്? യുക്രൈൻ എന്തിനാണ് സൈനിക സഖ്യത്തിന്റെ ഭാഗമാകാനായിട്ട് പോകുന്നത്? നാറ്റോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു സംഘടനയാണല്ലോ. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒക്കെ നിലനിന്നിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ശീതയുദ്ധവും അതേ തുടർന്നുമൊക്കെ ഉണ്ടായ സുരക്ഷാ ഭീഷണി കാരണം ഉണ്ടായ ഒരു സഖ്യമാണ്. 2ാം ലോക മഹായുദ്ധം ഒരുപാട് രാജ്യങ്ങളെ ഭയപ്പെടുത്തി. യൂറോപ്പിനെ അത് വല്ലാതെ പിടിച്ചുലച്ചു. കാരണം യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നത്. സ്വാഭാവികമായിട്ട് ആ ഒരു ഭയം കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയും കാനഡയും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണല്ലോ ഈ നാറ്റോ എന്ന് പറയുന്നത്. ഒരു സൈനിക സഖ്യം, വേറൊരു രാജ്യം കയറി യൂറോപ്പിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക്. എന്നാൽ ഇന്ന് അതിന് എന്താണ് പ്രസക്തി? ഇന്ന് അതിന് ഒരു പ്രസക്തിയുമില്ല. എന്നിട്ടും കൂടുതൽ അംഗങ്ങളെ നാറ്റോയിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. നാറ്റോ രൂപപ്പെട്ട സമയത്ത് അതിൽ ഇത്രയും അംഗങ്ങൾ ഇല്ലായിരുന്നു എന്ന് കൂടി ഓർക്കണം. പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന, പിന്നീട് സ്വാതന്ത്ര്യം നേടി പുതിയതായി മാറിയ രാജ്യങ്ങൾ പോലും ഇന്ന് നാറ്റോയുടെ ഭാഗമാണ്. അതുപോലെ യുക്രൈനെയും നാറ്റോയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടായപ്പോഴാണല്ലോ റഷ്യ അതിനെ ചെറുത്തതും പിന്നീട് യുദ്ധത്തിലേക്ക് പോയതും. യൂറോപ്പ് എന്ന് പറയുന്നത് ലോകത്തെ 7 ഭൂഖണ്ഡങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതും ലോകത്തെ ആകെ ഭൂഖണ്ഡങ്ങളിൽ ചെറിയ ഒരു ഭൂഖണ്ഡം മാത്രമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. 2ാമത് ആഫ്രിക്കയാണ്. 3ാമത് നോർത്ത് അമേരിക്കയാണ്. 4ാമത് സൗത്ത് അമേരിക്കയാണ്. 5ാമത് അന്റാർട്ടിക്കയാണ്. 6ാം സ്ഥാനത്താണ് യൂറോപ്പ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ.
അപ്പൊ 6ാം സ്ഥാനത്ത് വരുന്ന ഒരു ചെറിയ ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷന്റെ കാര്യം എടുത്താലോ, ഏഷ്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഭൂഖണ്ഡം എന്ന് പറയുന്നത്. 4.8 ബില്യൺ, അതായത് ഏകദേശം 480 കോടിയോളം പേരാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു 135 മുതൽ 140 കോടിയിലധികം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. യൂറോപ്പില് 75 കോടി ആളുകളെ ഉള്ളൂ. അപ്പോ 75 കോടി ആളുകൾ മാത്രമുള്ള ഒരു ഭൂഖണ്ഡം, അതിൽ തന്നെ വളരെ കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന ഒരു യുദ്ധമാണ് റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത്. അതിന് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും സഫർ ചെയ്യണം, സഹിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ നമ്മുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുകയാണ്. അതിനിവരാരാണ്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാമത് ഇന്ത്യയാണ്. യൂറോപ്പിലുള്ളതിന്റെ ഇരട്ടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആകെ ഉള്ളതിനേക്കാൾ ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ഒരു പോപ്പുലേഷന് മുകളിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് പോപ്പുലേഷൻ മൊത്തത്തിലുള്ളത്. ആഫ്രിക്കയും യൂറോപ്പും നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഒക്കെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്താൽ പോലും ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ താഴെയാണ്. അപ്പൊ ഇന്ത്യ എന്തുമാത്രം വലുതാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയും ചൈനയും അതുപോലെ തന്നെയാണ്, വലിയ പോപ്പുലേഷൻ ഉള്ള 2 രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയും അല്ലെങ്കിൽ യുക്രൈനും റഷ്യയും ഒക്കെ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ നമ്മൾ എന്തിനാണ് സഫർ ചെയ്യുന്നത്? നിങ്ങൾ യുദ്ധം ചെയ്യേ, തമ്മിൽ തല്ലുകയോ ചാവുകയോ ഒക്കെ ചെയ്യും. ഞങ്ങൾ അറിയേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നമല്ല. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെയും പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ജയശങ്കർ പറഞ്ഞതുപോലെ ഇരട്ടത്താപ്പ് കാണിക്കരുത്. യൂറോപ്പിന്റെ ഒരു പ്രോബ്ലത്തെ ലോകം മുഴുവൻ അവരുടെ പ്രോബ്ലമായി കാണണം. എന്നാൽ നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ അത് യൂറോപ്പ് അവരുടെ പ്രോബ്ലമായി കാണുകയുമില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും പാകിസ്ഥാന് IMF-ൽ നിന്ന് ഫണ്ട് കൊടുക്കരുതായിരുന്നു. അതിന് നിങ്ങൾ തയ്യാറായില്ല. അതിനുശേഷം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫിനെ വിളിച്ച് വീട്ടിലിരുത്തി അദ്ദേഹത്തിന് ചോറ് വാരി കൊടുത്തു. അദ്ദേഹത്തിനെ കുറിച്ച് പാടി പുകഴ്ത്തി. ഇതാണ് അമേരിക്കയുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. തീവ്രവാദത്തിനെതിരായ കമ്മിറ്റ്മെന്റും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള US-ന്റെ നിലപാടുമാണത്. അപ്പൊ അമേരിക്കയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഒരു വിഷയമല്ല, അത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ പിന്നെ ഇന്ത്യക്ക് എന്താണെന്നേ? ഇന്ത്യക്ക് റഷ്യ യുക്രൈൻ വിഷയമോ അല്ലെങ്കിൽ അമേരിക്ക റഷ്യ പ്രശ്നമോ അമേരിക്ക ഇറാൻ പ്രശ്നമോ ഇന്ത്യക്ക് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഒരു വിലയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നമുക്കൊരു വിലയില്ലെന്നേ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഈ ഇരട്ടത്താപ്പുകളോട് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ നിങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇന്ത്യ അത് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം റഷ്യയുമായിട്ടുള്ള സഹകരണം ഇന്ത്യ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെയുള്ള ഇന്ത്യയുടെ നിലപാട് പരിശോധിക്കുമ്പോൾ റഷ്യയുമായിട്ട് കൂടുതൽ ശക്തമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം റഷ്യ ഒതുക്കണം, പിന്നെ ചൈനയെ ഒതുക്കണം, അതിനുശേഷം അടുത്ത നമ്മുടെ ടേൺ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇന്ത്യക്കാർക്കുണ്ട്. യൂറോപ്പിന്റെ ആധിപത്യം ലോകത്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഈ കാണുന്ന എല്ലാ സംഭവങ്ങളുടെയും പുറകിലെ പ്രധാന അജണ്ട. യൂറോപ്യൻസിന്റെ ആധിപത്യം നിലനിർത്തണം, മറ്റൊരു സിവിലൈസേഷൻ ഉയർന്നു വരരുത്. റഷ്യയെ നേരത്തെ തന്നെ ഇവര് തടഞ്ഞു വെച്ചതാണ്. റഷ്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തകർത്ത് നിർത്തിയതാണ് അവര്. എന്നാൽ ചൈനയെ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല. ചൈനീസ് സിവിലൈസേഷൻ അവരുടെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഇന്ന് വന്നു കഴിഞ്ഞു. ഇന്ത്യയും അതുപോലെ വരാൻ ഇവർ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ചൈനയും തകർക്കണം, റഷ്യയും തകർക്കണം. അടുത്ത് മൂന്നാമത്തേത് നമ്മുടെ ടേൺ ആണ്. ഇപ്പോൾ അവര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ഒരു ചെറിയ ഇര മാത്രമാണ്. ഉത്തര കൊറിയയെ തകർക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റാത്തത് കൊണ്ടാണ്. അതുപോലെ അവർക്ക് റഷ്യയെ തകർക്കണം, ചൈനയും തകർക്കണം, പിന്നെ ഇന്ത്യയും തകർത്തു കഴിഞ്ഞാൽ യൂറോപ്യൻസിന് ഒരു എതിരാളി പിന്നെ ഉണ്ടാവില്ല. വീണ്ടും യൂറോപ്യൻസിന്റെ ആധിപത്യം ഈ നൂറ്റാണ്ടിലും ഇനി വരുന്ന നൂറ്റാണ്ടിലും ഒക്കെ നിലനിർത്താൻ അവർക്ക് കഴിയും. പക്ഷെ അതിനവർ തിരഞ്ഞെടുക്കുന്ന മാർഗം വളരെ വളരെ വികൃതമായ മാർഗമാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂറോപ്യൻസുമായിട്ട് നമ്മൾ സഹകരിക്കാൻ വില്ലിങ് ആണ്. പക്ഷെ നമ്മൾ ആരോടൊക്കെ കൂട്ടുകൂടണം, ആരടുത്തു നിന്നൊക്കെ സാധനം വാങ്ങണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ഈ ചില കൂട്ടുകാരുണ്ടല്ലോ, അവരൊരാളോട് പിണങ്ങിയ ഉടനെ വന്ന് നമ്മളടുത്തും പറയും നീയും മിണ്ടരുത് അവനോടെന്ന്. ആ ടൈപ്പ് സൗഹൃദമല്ല ഇന്ത്യക്ക് വേണ്ടത്. ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ തീരുമാനിക്കും. അമേരിക്കയ്ക്കും യൂറോപ്പിനും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ത്യ അത് തുടരുക തന്നെ ചെയ്യും. ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സൈനിക സഹകരണം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ആയുധം വാങ്ങുന്നതും ആയുധം ഒന്നിച്ചുണ്ടാക്കുന്നതും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സഹകരിച്ചാൽ മതി. ബ്രിക്സ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ ടോട്ടൽ പോപ്പുലേഷന്റെ പകുതി ബ്രിക്സിലുണ്ട്.
അതായത് ഏകദേശം 445 കോടിയോളം പോപ്പുലേഷൻ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ കൂട്ടുകെട്ടിനകത്തുണ്ട് എന്നുള്ളതാണ്. 32 രാജ്യങ്ങൾ ചേരുന്ന നാറ്റോയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 96 കോടിയാണ്. അതിന്റെ എത്ര മടങ്ങുണ്ട് ബ്രിക്സ് എന്ന് ആലോചിച്ച് നോക്കണം. ലോകത്താകെ 800 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയിൽ കൂടുതൽ പേരും ബ്രിക്സിന്റെ ഭാഗമാണ്. കാരണം ഇന്ത്യയുടെ 145 കോടി, ചൈനയുടെ 142 കോടി, റഷ്യയുടെ ഏതാണ്ട് 14-15 കോടി, അതുപോലെയുണ്ട് ബ്രസീലില്. അപ്പൊ എല്ലാം കൂടെ ചേരുമ്പോ വലിയൊരു സഖ്യമാണ് ബ്രിക്സ്. ഇനി ബ്രിക്സിന്റെ GDP ആണെങ്കിലോ എല്ലാം കൂടെ ടോട്ടല് 35 ട്രില്യൺ US ഡോളറിന് മുകളിൽ വരുന്നുണ്ട്. പടിപ്പടിയായിട്ട് നാറ്റോയ്ക്കും അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിന് ഒരു വെല്ലുവിളിയായിട്ട് ബ്രിക്സ് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഓരോരുത്തരെയായിട്ട് തെരഞ്ഞു പിടിച്ചില്ലാതാക്കാം എന്നുള്ളതാണ് സായിപ്പിന്റെ ബുദ്ധി. അത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവരുടെ ഇരട്ടത്താപ്പുകൾ ഇന്ത്യ തുറന്നു കാട്ടുകയും അതിനെതിരെ രംഗത്തിറങ്ങുകയും ചെയ്യേണ്ട ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു മാറ്റവും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.